കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം ലോകവേദിയിൽ അവതരിപ്പിച്ച 4 മലയാളി വനിതകൾ. ഖത്തർ അമീറിന്റെ മാതാവ് ഷേഖ മോസയുടെ നേതൃത്വത്തിലുള്ള മുജാദല സെന്റർ സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് ഇവർ കയ്യടി നേടിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം വനിതാ ചിന്തകരെയും ഗവേഷകരെയും ഉൾക്കൊള്ളിച്ചാണ് മുജാദല സെന്റർ ജദൽ ഉച്ചകോടി സംഘടിപ്പിച്ചത്. 100-ലേറെ പ്രതിനിധികളും 75ഓളം പ്രഭാഷകരും പങ്കെടുത്ത വേദിയിൽ കേരളത്തിലെ മുസ്ലിം വനിതകളുടെ ജീവിതവും ഇടപെടലുകളും അന്താരാഷ്ട്ര ശ്രദ്ധയിലെത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ 4 പേരും. മലപ്പുറം സ്വദേശിയും ഭുവനേശ്വർ KIIT അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഫർസാന മലബാറിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിലെ ചികിത്സാ രീതികളെക്കുറിച്ചാണ് സംവദിച്ചത്. ഓരോ സ്ത്രീയും എപ്പോഴും ഒരു ഹീലറും കൂടിയാണ്. അപ്പോൾ അത് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമാവുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം വിമൻ ആസ് എ ഹീലർ മലബാറിലെ കോണ്ടെക്സ്റ്റിൽ ജെൻഡർ ഡൈനാമിക്സിൻ്റെ ഇടയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് എൻ്റെ പേപ്പറിൻ്റെ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മരുന്നും മന്ത്രവും ചികിത്സകളും ബീവിമാരും തങ്ങന്മാരും എന്നുള്ളൊരു വിഷയമാണ് ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ടാണ് ഈ പേപ്പർ എഴുതിയിട്ടുള്ളത്. വെല്ലുവിളികളും അവസരങ്ങളും എന്ന സെഷനിൽ സംസാരിച്ച കോഴിക്കോട് സ്വദേശി ഖദീജ റംസിയ മലയാളികൾക്കിടയിലെ പ്രസവാനന്തര ഭക്ഷണ രീതികളും മുസ്ലിം സ്ത്രീകളുടെ കുടുംബങ്ങളിലെ പങ്കാളിത്തവുമാണ് സദസ്സിന്റെ ശ്രദ്ധയിലെത്തിച്ചത്. മാധ്യമപ്രവർത്തകയും ഗവേഷകയുമാണ് ഖദീജ റംസിയ. സ്പെസിഫിക്കലി എടുത്ത ടോപ്പിക്ക് നമ്മൾ പോസ്റ്റ്മോർട്ടം ഫുഡ് ട്രഡീഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രസവ ശേഷം വരുന്ന ഭക്ഷണ രീതികളെയാണ് ഞാൻ അനലൈസ് ചെയ്തത്. അതിൽ ഉള്ള വെൽത്ത് ഓഫ് നോളജ് അത് അധികവും എവിടെയും ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാത്ത നോളജാണ്. വാമൊഴിയായിട്ട് നമ്മളുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ അടുത്തുനിന്നും അതുപോലെ ഇങ്ങനെ പ്രസവത്തിനൊക്കെ നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിൽ പെട്ട സ്ത്രീകളുടെ അടുത്തുനിന്നും നമുക്ക് കിട്ടുന്ന ഒരു വെൽത്ത് ഓഫ് നോളജാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് തിയറൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനാണ് ഞാൻ നോക്കിയത്. ഇതിൽ ഒരു സ്കോളറുണ്ട് ഈജിപ്തിൽ, ഡോക്ടർ നജാൻ നദി എന്ന് പറഞ്ഞിട്ട്. അവർ ട്രഡീഷണലി പാരമ്പര്യമായ കിതാബുകളൊക്കെ അതിൽ ട്രെയിൻഡായി വന്ന സ്കോളറാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവർ ഈ ക്ലാസിക്കൽ ഇസ്ലാമിക് ടെക്സ്റ്റുകൾ വായിക്കുമ്പം ഇതേ ഇൻഫർമേഷൻ അതിലുണ്ട്. അതായത് ഈ ഭക്ഷണത്തിൻ്റെ ഹീറ്റിംഗ് കൂളിംഗ് പ്രോപ്പർട്ടീസ് അതേ പുസ്തകങ്ങളിലുണ്ട്. അപ്പം എൻ്റെ അടുത്ത് അവർ ചോദിച്ചത് അതിനെപ്പറ്റി അറിയുമോ എന്നാണ്. അപ്പം അതെനിക്ക് ഭയങ്കര പുതിയൊരു നോളജ്. കാരണം നമ്മളുടെ ഈ ഒരു വിവരം വരുന്നത് ഒന്ന് നമ്മൾ വലിയമ്മമാരൊക്കെ പറഞ്ഞ് കേൾക്കുന്നതും പിന്നെ ആയുർവേദത്തിൽ നിന്നുമാണ്. ആയുർവേദത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്നും കൂടാണ് ഇത് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷം വേറൊരു ആളും പറഞ്ഞ് ഉമയ്യദ് കാലഘട്ടത്തിലുള്ള കുറച്ച് കിതാബുകളിലൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ഹീറ്റിംഗ് കൂളിംഗ് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരാളും പറഞ്ഞു. മുസ്ലിം വനിതകളുടെ പൊതുമണ്ഡലത്തിലെ ഇടപെടലിലൂന്നിയാണ് കോഴിക്കോട് സ്വദേശിയും കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ നാജിയ വിഷയം അവതരിപ്പിച്ചത്. എൻ്റെ പേപ്പറിലുണ്ടായിരുന്നത് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന, അതിലുള്ള ആക്ടിവിസ്റ്റുകൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ പബ്ലിക് സ്ഫിയറിനെ പുതിയ തരത്തിൽ എന്ത് ചെയ്യുന്നത്, നവീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു കൗണ്ടർ പബ്ലിക് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. പൊതുവേ ഗ്ലോബൽ ലെവലിൽ തന്നെ മുസ്ലിം സ്ത്രീകളെ കുറിച്ചുള്ള ഈ സ്റ്റീരിയോട്ടിപ്പിക്കൽ നാരറ്റീവ്സ് ഉണ്ടല്ലോ, എന്തായിരിക്കും മുസ്ലിം സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചുള്ള വാർപ്പ് മാതൃകകളാണ് നമുക്ക് മുന്നിൽ അക്കാഡമിയിലാണെങ്കിലും പോപ്പുലർ കൾച്ചറിലാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനോട് എൻഗേജ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് താല്പര്യത്തോടെ ഇവിടെ കോൺഫറൻസിൽ വന്ന ആളുകൾ എൻഗേജ് ചെയ്യുന്നുണ്ടായിരുന്നു. വിമോചനത്തിന്റെ പുനർവിചിന്തനം എന്ന വിഷയത്തിലായിരുന്നു മലപ്പുറം മഞ്ചേരി സ്വദേശി ആബിദ അബ്ദുള്ള ആദ്യ ദിനം സദസ്സിനെ അഭിസംബോധന ചെയ്തത്. കോണ്ടെക്സ്റ്റിൽ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മലബാർ ഫോക്കസ്ഡ് ആയിട്ട് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മുസ്ലിം വിമൻ അക്രോസ് ദ ഗ്ലോബ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി വെയിൽഡ് ആയിട്ടുള്ള മുസ്ലിം വിമനൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന പോപ്പുലർ കൾച്ചേഴ്സിൽ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോപ്പുലർ ടെക്സ്റ്റുകളിലൊക്കെ സിനിമകളിലൊക്കെ നമ്മൾക്ക് ഈ ഒരു സംഭവം കാണാൻ കഴിയും. ലിബറേഷൻ എന്ന് പറയുമ്പോൾ, മുസ്ലിം സ്ത്രീയുടെ ഏജൻസി എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് അത് ഈ പോപ്പുലർ ഡിസ്കോഴ്സസിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും, നമ്മളൊരു മുസ്ലിം വിമൺ ഓഫ് പയറ്റി അവരെടുക്കുന്ന സമയത്ത് അവർ ഈ ഒരു എന്താണ് പറയുക ഡിസ്കോഴ്സിനകത്ത് സംഹൗ ഫിറ്റിനാവില്ല. അപ്പം ഇവിടെ വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പേസിൽ വന്നിട്ടുള്ള പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മുസ്ലിം സ്ത്രീകളും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു അഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റത്തെക്കുറിച്ചും സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചും ആവേശത്തോടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിന്തകർ കേട്ടതെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. മീഡിയ 1 ദോഹ.